സുഗത ആകെ വള്ളിക്കെട്ടായി. തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നത്. കോർപ്പറേഷൻ ഭരണം ഏതാനും നാളുകളിലായി ഇങ്ങനെ തുലാസിൽ ആടി നിൽക്കുകയാണ്. അതിനുള്ള കാരണം ആകെ 101 അംഗ കൗൺസിലാണ് ഉള്ളത്. ഇതിലെ 50 കൗൺസിലർമാർ മാത്രമേ BJPക്കുള്ളൂ. കേവല ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഒരു ആളുടെ കൂടി പിന്തുണ വേണം. അങ്ങനെ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് BJP ഇപ്പോൾ ഭരണം നിലനിർത്തുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതൻ കാപ്പ നിയമപ്രകാരം ജയിലിൽ കഴിയുകയാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് അയാൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അയാളെ 2 കേസിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. 2 കേസുകൾ എന്ന് പറയുന്നത്, ഒന്ന് വട്ടിയൂർക്കാവ് വള്ളൈക്കടവ് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേള നടന്നു. ആ ഗാനമേളയ്ക്കിടെ സുഗതൻ ആളുമാറി പ്രശാന്ത് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ തലയ്ക്ക് കമ്പി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ അടിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം സുഗതൻ 2 മാസത്തിലേക്ക് ഒളിവിൽ പോയ സുഗതൻ തിരികെ എത്തി എന്നറിഞ്ഞ വട്ടിയൂർക്കാവ് പോലീസ് സുഗതനെ പിടിക്കാനായി വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ സുഗതൻ മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച സുഗതനെ പിടികൂടാനായി പോലീസ് ശ്രമിച്ചപ്പോൾ സുഗതൻ RSS BJP പ്രവർത്തകരെ വിളിച്ചു വരുത്തി. അങ്ങനെ സുഗതനെ ആകാശത്തേക്ക് വെടിവെച്ചിട്ടാണ് പോലീസ് സുഗതനെ അന്ന് പിടിച്ചത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു കേസ് നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ 2 കേസാണ്. ഒന്ന് വെള്ളക്കടവ് ക്ഷേത്രത്തിലെ ആക്രമണ കേസ്, 2 പോലീസിനെ ആക്രമിച്ച കേസ്. ഈ 2 കേസിലും നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 തള്ളിയിരുന്നു. സുഗതന്റെ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം അയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. സുഗതൻ പിന്നീട് ചെയ്ത നടപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്കുമേൽ ചുമത്തിയിട്ടുള്ള കാപ്പ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാപ്പ ബോർഡിനെ സമീപിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം കാപ്പ ബോർഡ് സുഗതന്റെ ഈ ഒരു അപേക്ഷ തള്ളിയിരിക്കുകയാണ്. അതോടുകൂടി സുഗതന് 6 മാസ തടവ് ഉറപ്പായിരിക്കുന്നു. മാത്രമല്ല, കാപ്പ തടവ് ഈ ഉപദേശക സമിതി ശരിവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സുഗതന്റെ തടങ്കൽ തുടരുമെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് ഇന്നലെ ഉത്തരവിറക്കുകയും ചെയ്തു. ഇതോടുകൂടി സുഗതന്റെ 6 മാസ തടവ് ഉറപ്പായിരിക്കുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, സുഗതന് ഇനി പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ, 2 ആഴ്ചക്കകം സുഗതന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കൗൺസിൽ സ്ഥാനം സ്വാഭാവികമായി നഷ്ടപ്പെടും. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, 20 കൗൺസിലർമാർ BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലല്ല, പ്രാദേശിക ദൈവങ്ങളുടെ പേരിലാണ്. ആറ്റുകാൽ അമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട്. അങ്ങനെ ഈ 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി കഴിഞ്ഞ മാസം റദ്ദാക്കിയിരുന്നു. ആ റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ സുഗതനടക്കമുള്ള 20 പേർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി 19 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം സുഗതൻ തടങ്കലിലാണ്. അതുകൊണ്ട് ഈ 19 പേർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ കൗൺസിൽ സ്ഥാനം ഉറപ്പാക്കി. പക്ഷേ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. 2 ആഴ്ചക്കകം സത്യപ്രതിജ്ഞ ചെയ്തില്ല എങ്കിൽ സുഗതന്റെ അംഗത്വം നഷ്ടപ്പെടും. ഇനി സുഗതന്റെ അംഗത്വം നഷ്ടപ്പെടാൻ മൂന്നാമതായി ഒരു കാരണമുണ്ട്. 3 കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി പങ്കെടുക്കാത്ത ഒരു കൗൺസിലറിന്റെ സ്ഥാനം സ്വാഭാവികമായും നഷ്ടപ്പെടുമെന്നാണ് മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് നിയമം അനുശാസിക്കുന്നത്. അതുപ്രകാരം സുഗതൻ ഒരു തവണ കൂടി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അദ്ദേഹത്തിന്റെ കൗൺസിൽ സ്ഥാനം പോകും. അങ്ങനെ പല തരത്തിലാണ് സുഗതന്റെ കൗൺസിൽ സ്ഥാനം നഷ്ടമാകുന്നത്. സുഗതന്റെ കൗൺസിൽ സ്ഥാനം നഷ്ടമായാൽ എന്താണ് സംഭവിക്കുക? ആകെ 101 കൗൺസിലർമാരാണല്ലോ ഉള്ളത്. അതിലെ 50 പേരാണ് BJPക്കാരുള്ളത്. BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 51 പേരുടെ പിന്തുണ വേണം. ഒന്ന് എന്ന് പറയുന്നത് പാറ്റൂർ രാധാകൃഷ്ണനായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമാണ് BJPക്ക് പിന്തുണ നൽകി ഭരണം നിലനിർത്തുന്നത്. ഇപ്പോൾ സുഗതന്റെ കാപ്പ തടവ് സ്ഥിരീകരിച്ചതോടുകൂടി കാപ്പ ബോർഡ് അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളിയതോടുകൂടി 6 മാസം
തടവിൽ കിടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലാണ് ആ നടപടിക്രമങ്ങൾ പോകുന്നത്. അതുകൊണ്ട് സുഗതന് 2 ആഴ്ചയ്ക്കകം പുറത്തിറങ്ങി വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നഷ്ടമായിരിക്കുന്നു. അതോടുകൂടി സുഗതന്റെ കൗൺസിലർ സ്ഥാനം സ്വാഭാവികമായും നഷ്ടപ്പെട്ടു പോകും. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ്. ഇനി ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്നത്. ഇവിടെ UDF-ഉം LDF-ഉം കൂടി വന്ന് ഒരുമിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭ BJPക്ക് നഷ്ടപ്പെടും. എന്നാൽ ഇവിടെ LDF അത്തരമൊരു നീക്കത്തിന് തയ്യാറല്ല. LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തയ്യാറല്ല. കാരണം LDF പറയുന്നത് അങ്ങനെ UDF-നൊപ്പം കൊണ്ടുവന്ന് അവിശ്വാസ പ്രമേയം പാസ്സാക്കിയെടുത്താൽ അത് തങ്ങൾക്ക് സംസ്ഥാന വ്യാപകമായി തിരിച്ചടി ഉണ്ടാകും എന്നാണ്. അതായത് കോൺഗ്രസുമായി കൂട്ടുപിടിച്ചുകൊണ്ട് BJPയെ അട്ടിമറിച്ചു എന്ന നിലയിൽ BJPക്ക് സംസ്ഥാന വ്യാപകമായി ഒരു പഴുത് തങ്ങളായി ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തങ്ങൾ അവിശ്വാസ പ്രമേയത്തെ എതിർക്കുന്നു. പകരം അവിടെ സമരം തുടരാനാണ് LDF-ന്റെ തീരുമാനം. ഇപ്പോഴും ഏതാണ്ട് 2 ആഴ്ചയായി തുടരുന്ന സമരം ഇപ്പോഴും അവിടെ നടക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സുഗതന്റെ അംഗത്വം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല ഭൂരിപക്ഷം നഷ്ടപ്പെടും. പക്ഷേ BJP ഭരണം കഷ്ടിച്ച് തുലാസിൽ നിലനിൽക്കുന്നത് LDF-ന്റെ ഈ ഒരു കാരുണ്യം കൊണ്ടാണ്. അതായത് UDF-ഉമായി ചേർന്നുകൊണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല എന്നുള്ള LDF-ന്റെ ആ തീരുമാനപ്രകാരം മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം നിലനിൽക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും LDF-ന് തങ്ങളുടെ നിലപാട് തിരുത്തി ചരിത്രത്തിലെ ആദ്യത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ള BJPയുടെ ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും സുഗതൻ അകത്ത് തന്നെയാണ്. 6 മാസം അദ്ദേഹത്തിന് തടങ്കലിൽ കഴിയേണ്ടി വരുന്നു. ഇപ്പോൾ VV രാജേഷ്, അതായത് മേയറായിട്ടുള്ള VV രാജേഷ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സുഗതന്റെ നേരത്തെ ജാമ്യം റദ്ദാക്കിയതിന് എതിരായി ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. എന്തു തന്നെയായാലും സുഗതൻ 6 മാസം കാപ്പ പ്രകാരം ഇപ്പോൾ വിയ്യൂർ ജയിൽ കഴിയുമെന്ന് ഉറപ്പായി. സുഗതന്റെ തടങ്കൽ തുടരുമെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് ഇന്നലെ ഉത്തരവ് ഇറക്കുകയും ചെയ്തതോടുകൂടി വലിയൊരു ഭരണ പ്രതിസന്ധിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. LDF-ന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് BJP ഇപ്പോൾ ഭരണം നിലനിർത്തുന്നത് എന്ന് വേണമെങ്കിൽ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.